അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള ഉസ്താദ്മാരെ, നമ്മളെ ഹാജർ പട്ടിക ശരിയാക്കിയതിനെ സംബന്ധിച്ച് ഒരു ഉസ്താദ് സംശയം ചോദിച്ചിരുന്നു. എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ്. പിന്നെ അത് അവിടെ തന്നെ സദർ ഉസ്താദിനെ കൊണ്ടോ മറ്റുള്ളവരോടൊക്കെ ചെയ്യിപ്പിക്കലാണ്. നമുക്ക് ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ അതെന്ത് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ മാസം ആകെ വർക്കിംഗ് ഡേയ്സ് വരുന്നത് 25 ഈ മാസം വർക്കിംഗ് ഡേയ്സ് വരുന്നത് 25. അതിൽ നേരത്തെ മറ്റേ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ 5 കുട്ടികളാണ് ആ ക്ലാസ്സിലുള്ളത്. 5 കുട്ടികളാണ് മൊത്തം ക്ലാസ്സിലുള്ളത്. വർക്കിംഗ് ഡേയ്സ് വരുന്നത് 24. അപ്പോൾ 5 കുട്ടികൾ, ഒരു കുട്ടി 25 ദിവസം വന്ന്, വേറൊരു കുട്ടി 24 ദിവസം വന്ന്, വേറൊരു കുട്ടി 23 ദിവസം വന്ന്, വേറൊരു കുട്ടിയും 25 ദിവസം വന്ന്, മറ്റൊരു കുട്ടി 21 ദിവസം വന്നു. ഇപ്പോൾ ടോട്ടൽ എത്ര ദിവസം ടോട്ടൽ ചെയ്താൽ 118 കിട്ടും. 5 കുട്ടികൾ ഇവിടെ ഉണ്ട്. നോക്കുക, ആദ്യം 25 ദിവസം വന്നൊരു കുട്ടി, പിന്നെ 24 ദിവസം വന്നൊരു കുട്ടി, പിന്നെ 23 ദിവസം വന്നു ഒരു കുട്ടി, പിന്നെ 25 ദിവസം, പിന്നെ 20. അങ്ങനെ ടോട്ടൽ 118 ടോട്ടൽ കിട്ടുക. ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് വരുന്നത് 25 എന്നല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 118 ഹരിക്കണം 25. 118 ദിവസമാണ് ടോട്ടൽ ഓരോ കുട്ടികളും വന്ന. ഒരു കുട്ടി ആൺകുട്ടികളുടെ മാത്രമാണ് ഞാൻ ഇപ്പോൾ സാമ്പിൾ കാണിച്ചത്. അപ്പോൾ 118 ടോട്ടൽ വന്നത്. ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് വരുന്നത് 25. ഇനി 25 വർക്കിംഗ് ഡേയ്സ് 26 വരുന്നിച്ച വർക്കിംഗ് ഡേയ്സ് 26 എന്നടിക്കുക. ഇനി അതല്ല വർക്കിംഗ് ഡേയ്സ് 27 വരുന്നിച്ച 27 എന്നടിക്കുക. അപ്പോൾ അതിൻ്റെ ശതമാനം ഇവിടെ 4.3 എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. അതായത് ടോട്ടൽ 5 കുട്ടികൾ മദ്രസയിൽ വന്നിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായ രീതിയിലുള്ള ഹാജരായിരിക്കും പല കുട്ടികൾക്കും. ആകെ വർക്കിംഗ് ഡേയ്സ് 26 എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ ഒരു കുട്ടി 25 ദിവസം വന്ന്, ആകെ 5 കുട്ടികളുള്ള ക്ലാസ്സിൽ ഒരു കുട്ടി 24 ദിവസം വന്ന്, ഒരു കുട്ടി 23 ദിവസം വന്ന്, ഒരു കുട്ടി 22 ദിവസം വന്ന്, ഒരു കുട്ടി 21 ദിവസം വന്ന്. അപ്പോൾ ഇവിടെ എത്ര ആളായി? 1, 2, 3, 4, 5 കുട്ടികളായി. ഇപ്പോൾ ടോട്ടൽ ഇവിടെ വരുന്നത് 115 വരുന്നത്. ഈ 115 എന്ത് ചെയ്യുക, അത് ടോട്ടലായി. ഇനി 115 ഹരിക്കണം ടോട്ടൽ ആകെ വർക്കിംഗ് ഡേയ്സ് 26. ഇപ്പോൾ വന്ന് 4.4 എന്ന. ഇങ്ങനെ വന്നാൽ 4 അതിൽ ശതമാനമായിട്ട് ഇടേണ്ടത്. 5 കുട്ടികളിൽ 4 ഇതിൽ ശതമാനമായിട്ട് ഇടേണ്ടത്. ഇങ്ങനെയാണ് ശതമാനം നമ്മൾ നോക്കൽ. ഇനി നമ്മൾ നോക്കേണ്ടത് പരീക്ഷയിൽ ജയിച്ച കുട്ടികൾ. ആകെ കുട്ടികൾ 25 കുട്ടികളുണ്ട്. അങ്ങനെ 25 കുട്ടികളിൽ 24 കുട്ടികളാണ് മൊത്തം ജയിച്ചത്. 25 കുട്ടികളിൽ 24 കുട്ടികൾ ജയിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 24 ഹരിക്കണം 25. അപ്പോൾ 96% വിജയമുണ്ട്. കണ്ടില്ലേ? എങ്ങനെ മനസ്സിലായില്ല? ആകെ കുട്ടികൾ 25 കുട്ടികൾ, അതിൽ ജയിച്ച കുട്ടികൾ വെറും 24 കുട്ടികൾ ജയിച്ചു. ഒരു കുട്ടി മാത്രം തോറ്റു. ആദ്യം ചെയ്യേണ്ടത് ജയിച്ച കുട്ടികളെ കൊണ്ട് 24 ജയിച്ച കുട്ടികളെ കൊണ്ട് മൊത്തം കുട്ടികളെ ഹരിക്കുക 25. ഇപ്പോൾ 96% വിജയമുണ്ട്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഗ്രൂപ്പിലിടുന്നുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇനി തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണം. ഞാനിങ്ങനെയാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. മറ്റ് രീതിയിലുണ്ട്, അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. ഇത് ഒറ്റയടിക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഗ്രൂപ്പിലുണ്ടാകുക. അപ്പോൾ ആരും ഗ്രൂപ്പിൽ നിന്ന് പോകണ്ട, അവിടെ നിന്നോളി ഇൻഷാ അല്ലാഹ്. എല്ലാത്തിനും കഴിവുറ്റതായ ഒരു ഉസ്താദന്മാരാക്കിയിട്ട് നമ്മളെ ഈ ഗ്രൂപ്പിലുള്ള ഉസ്താദന്മാരെ നമ്മൾ മാറ്റിയെടുക്കും. പടച്ചോൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.